4 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. 4:30 CP-യുടെ 25 സ്ഥാനാർത്ഥികളുടെയും ലിസ്റ്റുമായി ബിനോയ് വിശ്വം. 5 മണിയാകുമ്പോഴേക്കും 75 സ്ഥാനാർത്ഥികളുടെയും 26 സ്വതന്ത്രരുടെയും പട്ടികയുമായി പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ്. 5:30 മുഴുവൻ സ്ഥാനാർത്ഥികളും, ഇടതുമുന്നണി സ്ഥാനാർത്ഥികളും തെരുവിൽ അണികൾക്കുമായി റോഡ് ഷോ നടത്തുന്നു. അതായത് ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് 1 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടികയല്ല, സ്ഥാനാർത്ഥികളുമായിട്ട് റോഡ് ഷോ നടത്തുന്ന പാർട്ടിയായിട്ട് CPM-ഉം CPI-യും മാറിക്കഴിഞ്ഞിരിക്കുന്നു, അഥവാ LDF മാറിക്കഴിഞ്ഞിരിക്കുന്നു. 106 സ്ഥാനാർത്ഥികൾ ഇന്ന് തെരുവിലിറങ്ങി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എവിടെ UDF? ചിത്രത്തിൽ എവിടെ? 2 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇലക്ഷൻ ഒന്ന് പ്രഖ്യാപിച്ചോട്ടെ, സ്ഥാനാർത്ഥി പട്ടിക ഉടൻ വരും എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. മണിക്കൂർ ഇത്രയും കഴിഞ്ഞു, 2 പേരുടെ പേര് പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യം. ആദ്യം മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും ലിസ്റ്റ് വരുമെന്ന് പറഞ്ഞു, 51 ചുരുങ്ങി, ഇപ്പോൾ അത് വീണ്ടും 30-32 ചുരുങ്ങുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ ഇടതുപക്ഷത്തിനൊരു കോൺഫിഡൻസ് ഈ റോഡ് ഷോയിൽ പ്രകടമാണ് എന്നുള്ളതാണ്. അത് കേരള ജനത ഇന്ന് കണ്ടതാണ്. തുടരാൻ വേണ്ടിയാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്തുകൊണ്ട് തുടരണം എന്നുള്ളതാണ് ചോദ്യം. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനൊരു എഡ്ജുണ്ട്, ഒരു സ്ലൈറ്റ് എഡ്ജുണ്ട്. ഞാനതിനെ 4-5 ഘടകങ്ങളായിട്ട് കാണുന്നു. ഒന്ന്, ഇന്ന് കണ്ട തിരഞ്ഞെടുപ്പിലെ ഈ പ്രചരണത്തിലെ ആത്മവിശ്വാസമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ അതിവേഗം പൂർത്തിയാക്കിയ CPM. കേരള കോൺഗ്രസ് മാണിക്ക് പരാതിയില്ല, RJDക്ക് പരാതിയില്ല, NCPക്ക് പരാതിയില്ല. പാർട്ടിക്കുള്ളിലുണ്ട്, NCPക്കുള്ളിൽ തർക്കമുണ്ട്, RJDക്കുള്ളിൽ തർക്കമുണ്ട്. പക്ഷേ CPM-ഉമായിട്ട് ഇവർക്ക് ആർക്കും ഒരു വിയോജിപ്പുമില്ല എന്നുള്ളതാണ്. CPI-യുടെ കാര്യത്തിൽ CPM-ഉമായി ഒരിടത്തും വിയോജിപ്പില്ല എന്നുള്ളതാണ്. അപ്പോൾ സീറ്റ് കൈമാറ്റവുമായി ബന്ധപ്പെട്ടോ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടോ LDF-ൽ ഒരു പ്രശ്നവുമില്ല. ഘടകകക്ഷികൾ ഒരുമിച്ച് നിൽക്കുന്നു. അതായത് മുന്നണിയുടെ കൂട്ടായ്മയാണ് ഇന്നിപ്പോൾ പ്രകടമായിരിക്കുന്നത്.